ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ച നമ്മൾ വീണ്ടും അടിസ്ഥാന ആചാരങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണ്. അപ്പോസ്തലിക പ്രവർത്തികൾ 2:42 നമ്മൾ വായിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതുവരെ നമ്മൾ നോക്കിയത് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്, അതിൻ്റെ ഒരു സാരാംശമെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന 3 മുഖ്യ ഉപദേശ സത്യങ്ങളെ ഒന്ന് പരിചയപ്പെട്ടു. ഇവിടെ ഈ വാക്യം നമ്മൾ നോക്കുമ്പോൾ, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും എന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞിരിക്കുകയാണ് പോന്നു. ആ പോന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് ഈ 4 പ്രവൃത്തികളുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു വാക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും പോന്നു എന്ന് വേണം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ആ ഒരു വാക്കാണ്, ആ പോന്നു എന്ന് പറയുന്ന വാക്ക്. ആ പോന്നു എന്ന് പറയുന്ന വാക്ക് അതിൻ്റെ മൂല ഭാഷയിൽ, പുതിയ നിയമം എഴുതിയിരിക്കുന്നത് യവന ഭാഷയിലാണ്. അപ്പോൾ ആ യവന ഭാഷാ പദം എന്താണെന്നൊന്ന് ആദ്യം മനസ്സിലാക്കാം. പ്രസ്കാർതെരേയോ എന്ന ആ യവന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചേ. ബുദ്ധിമുട്ടുകൾക്കിടയിലും കഠിനമായ പരിശ്രമത്തോടെ ഒരു കാര്യം ചെയ്യുന്നത് തുടരുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, എതിർപ്പുകൾ അവഗണിച്ച് തുടർമാനമായ ഒരു കാര്യം ചെയ്യുക. വല്ലപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ചല്ല, തുടർമാനമായിട്ടൊരു കാര്യം ചെയ്യുക. അതിനകത്ത് എതിർപ്പുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, കഠിന പരിശ്രമം അത്യാവശ്യമാണ്. അത് കാഴ്ചവെച്ചുകൊണ്ട് അതിൽ തന്നെ തുടരുക. വേറൊരു രീതിയിൽ പറഞ്ഞാൽ, സ്ഥിരോത്സാഹത്തോടെ ഒരു കാര്യം പതിവാക്കുക. പതിവായിട്ടൊരു കാര്യം സ്ഥിരതയോടെ, ഉത്സാഹത്തോടെ ചെയ്തു പോകുക. ഈ വാക്ക് മലയാളം ബൈബിളിൽ നമ്മൾ വേറെ പല വാക്യങ്ങളിലും കാണുന്നതാണ്. 1-2 വാക്യങ്ങൾ ഒന്ന് നോക്കിക്കേ. പ്രവൃത്തികൾ 6:4 അപ്പോസ്തലന്മാർ സഭയോട് പറയുകയാണ്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ആ ഉറ്റിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഇവിടെ നമ്മൾ നോക്കുന്ന അപ്പോസ്തല പ്രവൃത്തികൾ 2:42 പോന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റോമർ 12:13 കൊലോസ്യർ 4:2 പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ഇവിടെയും ഉറ്റിരിപ്പീൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് മൂലഭാഷയിൽ നമ്മളിപ്പോൾ നോക്കുന്ന അതേ വാക്ക് തന്നെയാണ്. ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാളത്തിൽ ശ്രദ്ധാപൂർവം ഒരു കാര്യം ചെയ്യുക, മനസ്സ് വെച്ച് ഒരു കാര്യം ചെയ്യുക, അല്ലെ? മനസ്സൊരുക്കത്തോടെ, മനസ്സ് വെച്ച്, വേണമെന്നും വെച്ചൊരു കാര്യം ചെയ്യുക. അപ്പൊ അതൊക്കെയാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്ന പോന്നു എന്ന് പറയുന്ന ആ വളരെ ലളിതമായിട്ട് തോന്നുന്ന ആ ചെറിയ വാക്കിൻ്റെ അർത്ഥം വളരെ കാതലായ ഒരു അർത്ഥമാണ്, അല്ലെ? ആഴങ്ങളുള്ള അർത്ഥപൂർണമായ ഒരു വാക്കാണ്. അപ്പോൾ നമ്മളിവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 2:42 അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു പോന്നു എന്ന് പറയുമ്പോൾ, തുടർമാനമായിട്ട് അവർ ഉപദേശം കേൾക്കുന്നതിൽ ഉറ്റിരുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ അപ്പോസ്തോലിക ആചാരങ്ങൾ എന്ന് പറയുന്നത്. തുടർമാനമായിട്ട് അനുഷ്ഠിക്കേണ്ട ചില കർത്തവ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദിമസഭ ചെയ്തു, അതിൻ്റെ മാതൃക തുടർന്നുകൊണ്ട് ഇന്നും ദൈവസഭ പാലിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ആചാരങ്ങൾ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം വല്ലപ്പോഴും കേട്ടു, ഒരു ബൈബിൾ സ്റ്റഡിയിൽ കേട്ടു എന്നല്ല, ആ കേൾക്കുന്നതിൽ അവർ ഉറ്റിരുന്നു. സകല ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിച്ച് തുടർമാനമായിട്ട് അത് ചെയ്ത് അത് പതിവാക്കിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു, യഥാർത്ഥ ഒരു പ്രാദേശിക സഭയിൽ വചന ഉപദേശം പഠിപ്പിക്കുന്ന ശുശ്രൂഷ കാണും. ദൈവഭക്തി വളർത്തുവാൻ വേണ്ടി, യേശുക്രിസ്തു എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി ഉപദേശ ശുശ്രൂഷ കാണും. അത് വല്ലപ്പോഴും പോരാ, എപ്പോഴും അതിൽ ഉറ്റിരിക്കുന്ന ഒരു സഭയായിരിക്കണം. അപ്പോൾ ഈ ഉറ്റിരിക്കുക അല്ലെങ്കിൽ കേട്ടു പോവുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താണ് ഈ കേട്ടു പോവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉപദേശത്തിൽ ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ? അത് നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത്. തുടർമാനമായിട്ട് നമ്മൾ എല്ലാ ബുദ്ധിമുട്ടിനെയും അഭിമുഖീകരിച്ച് അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ കാഴ്ചവെക്കേണ്ട, നമ്മൾ പാലിക്കേണ്ട 3 ഉത്തരവാദിത്തങ്ങൾ. ഒന്നാമതായിട്ട് ഉപദേശത്തെ പഠിക്കുക, രണ്ടാമതായിട്ട് ഉപദേശത്തെ പരിരക്ഷിക്കുക, മൂന്നാമതായിട്ട് ഉപദേശത്തെ പ്രചരിക്കുക. ഈ 3 ഉത്തരവാദിത്തങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഉപദേശത്തെ പഠിക്കുക.
എന്തായി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉപദേശത്തെ പഠിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തെ ധ്യാനിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വചനം വായിച്ചാൽ മാത്രം പോരാ, അതിനെ ധ്യാനിക്കണം, അല്ലേ? നമുക്കറിയാവുന്ന ഒരു വാക്യമാണ് സങ്കീർത്തനങ്ങൾ 1:2. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ന്യായപ്രമാണം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അന്നത്തെ കാലത്ത് മോശയുടെ ഉടമ്പടിയിൽ ദൈവവചനത്തിനെ അവർ വിളിച്ചുകൊണ്ടിരുന്നത് ന്യായപ്രമാണം എന്നുള്ള രീതിയിലാണ്. ഉടമ്പടിക്ക് ആധാരമായിരിക്കുന്ന ദൈവവചനം എന്നേ ഉള്ള അർത്ഥം. ഇന്നും നമുക്ക് ന്യായപ്രമാണം മാത്രമല്ല, നമുക്ക് പുതിയ നിയമം ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് യഹോവയുടെ വചനം. യഹോവയുടെ വചനത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പഠനം എന്ന് പറയുന്നത്. പഠനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രക്രിയ എന്ന് പറയുന്നത് വചനത്തെ ധ്യാനിക്കണം. ധ്യാനിക്കാതെ പഠിക്കുവാൻ കഴിയില്ല. വെറുതെ വായിച്ചത് കൊണ്ടോ വല്ലപ്പോഴും ഒന്ന് കേട്ടത് കൊണ്ടോ ഒന്നും കാര്യമില്ല. വചനം പഠിക്കണമെങ്കിൽ നമ്മൾ അതിനെ ധ്യാനിക്കണം. വചന പഠനത്തിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വചനം ധ്യാനിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി എന്താണ് ഈ ധ്യാനം? ധ്യാനം എന്ന് പറയുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ചിന്ത വരും. വചനത്തിനകത്ത് എന്താണ് ധ്യാനം എന്നുള്ളതിന് സങ്കീർത്തനങ്ങൾ 119:11 ശ്രദ്ധിച്ചേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചോ, ഞാൻ നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ നിനക്ക് പ്രസാദമായുള്ളത് എന്താണെന്ന് എന്നെ വെളിപ്പെടുത്തി പഠിപ്പിക്കുന്ന വചനത്തെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സംഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക, കൈക്കൊള്ളുക. പക്ഷെ എവിടാ? തലച്ചോറിലല്ല, ഹൃദയത്തിൽ, അല്ലേ? അപ്പൊ ധ്യാനം എന്നതുകൊണ്ട് തിരുവെഴുത്തുകളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് വചനത്തെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നതിനെയാണ്. ഒരു ബൈബിൾ സ്റ്റഡിയിലോ ഒരു പ്രസംഗം കേൾക്കുമ്പോഴോ ചെവി കൊണ്ട് കേട്ട് അപ്പോഴത്തെ ആ ഒരു സമയത്ത് ആ ഒരു നിമിഷം മനസ്സിലായി, പിന്നെ അങ്ങ് മറന്നു. അതല്ല, ഹൃദയത്തിൽ അതിനെ സൂക്ഷിക്കണം. ഹൃദയത്തിൽ അതിനെ സൂക്ഷിച്ചാലേ അതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുള്ളൂ. ഇവിടെ തന്നെ കണ്ടോ, ഞാനത് സൂക്ഷിച്ചത് കൊണ്ട് ഞാൻ നിനക്കെതിരെ പാപം ചെയ്യാതിരിക്കും. വീണ്ടും സങ്കീർത്തനം 119:15 കണ്ടോ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രമാണങ്ങളെ ധ്യാനിക്കുമ്പോൾ, വചനത്തെ ധ്യാനിക്കുമ്പോൾ എൻ്റെ വഴി ആ വചനത്തിനൊത്തവണ്ണം ഞാൻ സൂക്ഷിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനങ്ങൾ 119:35 നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, അല്ലേ? അപ്പോൾ വചനം ധ്യാനിച്ച് അതിനെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അതെൻ്റെ പാതയെ, അല്ലേ, അവൻ്റെ കൽപ്പനകളുടെ പാതയിൽ കൂടെ എന്നെ നടത്തും. അങ്ങനെ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും, അല്ലേ? അങ്ങനെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തിൽ വെളിപ്പെട്ടു വരും. അല്ലാതെ വചനം അറിഞ്ഞതുകൊണ്ട് കുറേ അറിവ് സമ്പാദനം ലഭിച്ചു, എനിക്ക് കുറേ വചനം അറിയാം, കുറേ ദൈവശാസ്ത്രം അറിയാം, പ്രസംഗിക്കാൻ അറിയാം, അല്ലല്ല. എൻ്റെ നടപ്പ് അവൻ്റെ കൽപ്പനകളുടെ പാതയിലൂടെയായിരിക്കും. അങ്ങനെയാണ് അവൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുന്നത്. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. അതുകൊണ്ടോ, അനുസരിക്കുവാൻ ഇഷ്ടമുള്ളവനായി മാറും നമ്മൾ. അപ്പോൾ വചനം പഠിക്കുന്നവൻ കർത്താവിനെ അനുസരിക്കുവാൻ ഇഷ്ടമുള്ള ഒരു ഭക്തനാകും, അല്ലേ? നിരവധി വാക്യങ്ങൾ നമുക്ക് അവിടെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. 1-2 വാക്യങ്ങൾ ചിന്തിച്ചേ. ഇവിടെ തന്നെ 119:35 പറഞ്ഞില്ലേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു, കൽപ്പനകളുടെ പാതയിൽ അനുസരിച്ച് നടക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അല്ലേ? വചനം ധ്യാനിച്ച് രുചിച്ച് അതിൻ്റെ മാധുര്യം അറിഞ്ഞപ്പം സങ്കീർത്തനക്കാരൻ പറയാം, എനിക്ക് ഈ വഴി നടക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ ഹൃദയത്തിൻ്റെ അഭിരുചികൾക്കൊക്കെ മാറ്റം വന്നു. എനിക്കിതാണ് ഇഷ്ടം. എൻ്റെ ഇഷ്ടങ്ങൾക്കെല്ലാം നിന്റെ ഇഷ്ടാനിഷ്ടങ്ങളോട് ചേർന്ന് വരികയാണ്, അതിനോട് അനുരൂപപ്പെട്ടു വരികയാണ്. ഇനി ആ സന്തോഷം വെളിപ്പെടുത്തുന്ന 1-2 വാക്യങ്ങൾ നോക്കിയേ. 119:14 ഞാൻ സർവസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ആഹാ, വചനം സാക്ഷ്യപ്പെടുത്തുന്ന വഴിയിൽ എനിക്ക് എത്രമാത്രം ആനന്ദമുണ്ട്. സാധാരണ മനുഷ്യർക്ക് സമ്പത്തിൽ എത്രമാത്രം ആനന്ദമുണ്ട്, അത്രത്തോളം, അല്ലെ? ചിലരൊക്കെ പാസ്ബുക്കൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഫോണിൽ അവരുടെ ബാങ്കിനകത്ത് എത്ര പൈസ ഉണ്ടെന്ന് നോക്കി ഇങ്ങനെ ഉള്ളിൽ സന്തോഷിക്കും. അതുപോലെ എനിക്ക് നിന്റെ വചനം വായിക്കുമ്പോൾ, നിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്ന ആ കൽപ്പനകളുടെ വഴിയിൽ എനിക്ക് അത്രത്തോളം ആനന്ദമുണ്ട്. അതുപോലെ തന്നെ 119:16 പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും. രസം വരുന്നുണ്ടെന്ന് എനിക്ക്,
അല്ലെ? ആനന്ദം വരുന്നത് എനിക്ക് വിനോദം പോലെയാണ്. ചിലർക്ക് ടി വി വെക്കുമ്പോഴും സിനിമ കാണുമ്പോഴും ലോകത്തിൻ്റെതായ പല മോഹങ്ങളെയും പിൻപറ്റുമ്പോഴും രസം വരും. പക്ഷെ എനിക്ക് നിന്റെ ചട്ടങ്ങളിലാണ് രസം, നിന്റെ വചനത്തെ ഞാൻ മറക്കുകയില്ല. 119 162 വാക്യം നോക്കിയേ. എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യങ്ങളിൽ ഒന്നാണ്. സങ്കീർത്തനകാരൻ പറയുകയാണ്, വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. കേട്ടോ, നമ്മളിങ്ങനെ നടന്ന് റോഡിൽ കൂടെ പോകുമ്പോൾ വഴിയിൽ അതാ ഒരു പേഴ്സ് കിടക്കുന്നു. പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ 10,000 രൂപ കിടക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പറമ്പൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ പറമ്പിൽ ഒരു നിധി കുഴിച്ചിട്ടിരിക്കുന്നത് കണ്ടു. രാവിലെ പറമ്പിൽ പോയി അല്പം കൃഷിയൊക്കെ ചെയ്ത് നിങ്ങളുടെ ആ പറമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയപ്പോൾ അറിയാതെ നിങ്ങൾക്കൊരു നിധി കിട്ടി. നിറച്ച് സ്വർണ്ണ നാണയങ്ങളുള്ളൊരു നിധി. എന്തു സന്തോഷമായിരിക്കും! അങ്ങനെ വലിയ കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ, വലിയ നിധി ശേഖരിച്ചവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് അതുപോലാണ്, ഒരു നിധി തുറക്കുന്നത് പോലാണ്. എന്തൊരു ആനന്ദം, എന്തൊരു സന്തോഷം! കണ്ടോ, അനുസരണത്തിൻ്റെ പാതയിൽ ഇഷ്ടമുള്ളൊരു ഭക്തനായി. എങ്ങനത്തെ സന്തോഷം! ലൗകിക മനുഷ്യർക്ക് പണത്തിൽ സന്തോഷവും ആഹ്ലാദവും ഉള്ളതുപോലെ ഒരു ഭക്തന് ദൈവവചനത്തിൽ ആനന്ദവും രസവും അവൻ കണ്ടെത്തുന്നു. കണ്ടോ നിങ്ങൾ? അവിടെയാണ് ഭക്തന്റെ ആനന്ദം, അവന്റെ രസം, അവന്റെ സന്തോഷം ദൈവവചനത്തിൽ. അപ്പൊ അങ്ങനെയുള്ളവൻ ധ്യാനിക്കും. അങ്ങനെയുള്ളവൻ ധ്യാനിച്ച വചനം ഹൃദയത്തിൽ സൂക്ഷിക്കും. ആ സൂക്ഷിച്ച വചനം അവൻ്റെ പാതകളെ കർത്താവിൻ്റെ കൽപ്പനകളുടെ പാതയിൽ തന്നെ നടത്തുവാൻ അവനെ സൂക്ഷിക്കും. കേട്ടോ, ഇതാണ് വചന പഠനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വചന ധ്യാനം, അതിൽ സന്തോഷിച്ച്, ആ അനുസരണത്തിൻ്റെ പാതയിൽ സന്തോഷിച്ച് ആനന്ദിച്ച് രസം കണ്ടെത്തി അതിൽ തന്നെ നടക്കുവാൻ വേണ്ടി ഹൃദയത്തിൽ വചനത്തെ കൈക്കൊള്ളണം, സംഗ്രഹിക്കണം, സൂക്ഷിക്കണം. അപ്പോൾ ഈ കണ്ട വചനങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം. ദൈവവചനം നിങ്ങളും തമ്മിലുള്ള ബന്ധം ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെയൊക്കെയാണോ? ഈ പറഞ്ഞതുപോലെ പാസ്ബുക്ക് തുറന്നു നോക്കുന്നത് പോലെയും വഴിയിലൊരു നിധി ലഭിക്കുന്നത് പോലെയൊക്കെയാണോ? രസം വരുന്ന, സന്തോഷം വരുന്ന ഒരു വിഷയമാണോ ബൈബിൾ തുറക്കുന്നത്? പല വിശ്വാസികളും ബൈബിൾ തുറക്കുന്നത് ഉറക്കം വരാൻ വേണ്ടിയിട്ടാണ്. രാത്രി ഉറക്കം വരാത്തപ്പോൾ ബൈബിൾ തുറന്ന് 2 വാക്യം വായിച്ചാൽ അങ്ങ് ഉറങ്ങി വീഴും. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ, യഥാർത്ഥ ഭക്തൻ പറയുകയാണ്, എനിക്ക് അവർക്ക് സമ്പത്തിലുള്ളതുപോലെ എനിക്ക് നിന്റെ വചനത്തിലാണ് സന്തോഷം. അപ്പം നിങ്ങളും ദൈവവചനവും തമ്മിലുള്ള ബന്ധം ഇപ്രകാരമാണോ? വചനം പഠിക്കുവാൻ അഭിനിവേശമുണ്ടോ? അതിയായ താല്പര്യം, ആഗ്രഹം, ഉപദേശം പഠിക്കുവാൻ പൂർണ്ണ താല്പര്യമുണ്ടോ? ആഗ്രഹത്തോടാണോ അതോ ഉന്തിത്തള്ളി ആരാണ്ടയുടെയൊക്കെയോ നിർബന്ധം നിമിത്തം ബൈബിൾ സ്റ്റഡിക്ക് വന്നിരിക്കുന്നു, ബൈബിൾ സ്റ്റഡി കാണുന്നു, കണ്ടു കളയാം, വേറെന്തോ ചെയ്യാൻ, അങ്ങനെ പഠിക്കുന്നവരല്ല. ആഗ്രഹത്തോടെ വരികയാണ്. നിധി തുറക്കുന്നത് പോലെ എനിക്ക് ഇന്ന് എന്ത് കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അഭിനിവേശത്തോടെ, ആഗ്രഹത്തോടെ, അഭിരുചിയോടെ കടന്നു വരികയാണ്. എനിക്കിഷ്ടമാണ് നിന്റെ വഴികളിൽ നടക്കുവാൻ. അതിനുവേണ്ടി ഞാൻ നിന്റെ വചനം തുറന്ന് പഠിക്കും, അത് ധ്യാനിക്കും, എൻ്റെ ഹൃദയത്തിൽ തന്നെ അത് നിലനിൽക്കും. അങ്ങനെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ അതിനൊന്നാമതായിട്ട് അടിസ്ഥാനപരമായ ഒരു ചോദ്യം ചോദിക്കട്ടെ. തിരുവെഴുത്തുകൾ ദിവസേന വായിക്കാറുണ്ടോ? വായിച്ചാലല്ലേ ധ്യാനിക്കാൻ പറ്റത്തുള്ളൂ. ധ്യാനിച്ചാലല്ലേ അതിനെ പഠിക്കാൻ പറ്റത്തുള്ളൂ. പഠിച്ചാലല്ലേ അതിനെ പാലിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിരുവെഴുത്തുകൾ ദിവസേന വായിക്കുന്നുണ്ടോ? ധ്യാനിക്കാറുണ്ടോ? പഠിക്കാറുണ്ടോ? തിമോത്തിയോസിനോട് പൗലോസ് എഴുതുന്നത് നിങ്ങൾ നോക്കിയേ. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പക്ഷെ ആദ്യം എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചാലേ അതിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ തിരുവെഴുത്തും ഏതെങ്കിലും 1-2 വാക്യങ്ങളല്ല, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഉപദേശത്തിന് പ്രയോജനമുള്ളതാണ് തിരുവെഴുത്ത്, എല്ലാ തിരുവെഴുത്തും. കണ്ടോ? അപ്പം നമുക്കൊന്ന് ചോദിക്കട്ടെ, എല്ലാ തിരുവെഴുത്തും നമ്മൾ വായിക്കാറുണ്ടോ? ദിവസേന ഒരു അധ്യായമെങ്കിലും വെച്ച് വായിച്ച് വർഷാവസാനം പുതിയ നിയമം 2 പ്രാവശ്യവും പഴയ നിയമം 1 പ്രാവശ്യമെങ്കിലും കുറഞ്ഞ പക്ഷം വായിക്കുന്ന വിശ്വാസികളാണോ നിങ്ങൾ? ഒരു
അപ്രിയ സത്യം അല്ലെങ്കിൽ വളരെ ദുഃഖകരമായ ഒരു സത്യമാണ്. സഭയിലെ പല വിശ്വാസികളും വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ട്, അവരൊന്നും ആദ്യ വിശ്വാസികളോ പുതുവിശ്വാസികളോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വർഷങ്ങളായി 30-40 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് പോലും ഇന്നുവരെ ക്രമമായിട്ട് പുതിയ നിയമം തുടക്കം മുതൽ ഒടുക്കം വരെ വായിച്ചിട്ടില്ലാത്തവരാണ് അനേകരുണ്ട്. ഇങ്ങനത്തെ ഇതേതോ ഒരു കുറഞ്ഞ ഒരു ന്യൂനപക്ഷം അങ്ങനല്ല, സഭയിൽ കൂടിക്കൂടി വരികയാണ് ഈ സംഖ്യ. പ്രത്യേകിച്ച് യൗവനക്കാരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ പുതിയ നിയമമൊന്നും വായിച്ചിട്ട് പോലുമില്ല. പല വിശ്വാസ കുടുംബങ്ങളിൽ വളരുന്ന യൗവനക്കാരും ബൈബിൾ ദിവസേന വായിക്കാറില്ല. ഈ അക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഞാൻ പല മീറ്റിങ്ങുകളിലും പോയി ഈ ചോദ്യം ചോദിച്ച് നാണം കെട്ടിട്ടുണ്ട്. അയ്യോ, ഇവർക്കൊക്കെ എന്താണ്, ജനിച്ച അന്ന് മുതൽ വീട്ടിലെ തിരുവെഴുത്തുകളുണ്ട്, എന്നാൽ ഇന്ന് വരെ പഴയ നിയമം വിടാം, പുതിയ നിയമം പോലും 4 സുവിശേഷങ്ങൾ പോലും മൊത്തമായിട്ട് വായിച്ചിട്ടില്ല. പുതുവിശ്വാസികളായ നിങ്ങളോട് സഭയുടെ ഈ എന്താ പറയുക പരിതാപകരമായ സ്ഥിതി വെളിപ്പെടുത്തുന്നത് നിങ്ങൾ ആ കൂട്ടത്തിൽ പെടരുത്. നിങ്ങളെക്കുറിച്ച് 10-40 വർഷം കഴിഞ്ഞിട്ട് ആരും പറയരുതോ ഇതുവരെ തിരുവെഴുത്തുകളൊന്നും വായിക്കാത്ത കൂട്ടരാന്ന്. നിങ്ങൾ ഇപ്പോഴേ തുടങ്ങുക. ഇത് നമ്മുടെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കാണാത്തൊരു കാര്യമാണ്. ക്രമമായിട്ട് ദിവസേന വചനം വായിച്ച് ധ്യാനിച്ച് പഠിക്കുന്ന ഒരു ശൈലി, ഒരു ശീലം ഇല്ല. ആദിമസഭ ഉപദേശത്തിലൊക്കെ തുടർന്നു പോയവരായിരുന്നു. നമുക്ക് അങ്ങനൊരു ചിന്തയില്ല. എങ്ങനെ പഠിക്കണം? യോഹന്നാൻ 5:39-40 കൂടെ ഇതിൻ്റെ കൂടെ വായിക്കണം. കാരണം ചിലർ ചിന്തിക്കും എന്നാൽ പിന്നെ അങ്ങ് വായിച്ചങ്ങ് തകർത്ത് കളയാം. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, തിരുവെഴുത്തുകൾ ചുമ്മാ വായിച്ചിട്ടും കാര്യമില്ല, അല്ലേ? യോഹന്നാനിൽ അതിൻ്റെ ഉദ്ദേശം കർത്താവ് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. പരീശന്മാരോട് പറയാം, നിങ്ങൾക്ക് തിരുവെഴുത്തുകളൊക്കെ കാണാപ്പാടോ, എല്ലാം കലക്കി കുടിച്ചിരിക്കുക. പക്ഷെ നിങ്ങളുടെ വിചാരം ഈ പുസ്തകത്തിലുള്ള പാണ്ഡിത്യമാണ് ആവശ്യം. അല്ലല്ലല്ലല്ല, നിങ്ങൾ വിചാരിക്കുന്നു അതിൽ നിത്യജീവൻ ഉണ്ടെന്ന്. എന്നാൽ അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. യേശുക്രിസ്തു എന്ന വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നു. ആ വ്യക്തിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ടുള്ള മുഖാന്തരമാണ് വചന പഠനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണത്. ഉപദേശ പഠനത്തിൻ്റെ ലക്ഷ്യം യേശുക്രിസ്തു എന്ന വ്യക്തിയെ അറിയണം. ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. വചനം എല്ലാം കലക്കി കുടിച്ചിട്ടും നിങ്ങൾ അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ഞാനുമായുള്ള ബന്ധത്തിൽ വളർന്ന് ജീവൻ പ്രാപിക്കണം. അപ്പോൾ ചുമ്മാ ഒരു പുസ്തകം വായിച്ച് തീർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ഇത് ധ്യാനിച്ച് യേശു എന്ന വ്യക്തിയോട് അടുത്ത് അവനിൽ നിന്ന് ജീവൻ പ്രാപിക്കണം, അല്ലേ? അപ്പോൾ പഠിക്കുമ്പോൾ അനുസരണം മുന്നിൽ കണ്ടു വേണം പഠിക്കുവാൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വായിക്കാത്ത വചനം എങ്ങനെ അനുസരിക്കും? അപ്പോൾ അത് വായിക്കുവാനുള്ളൊരു തീരുമാനം വേണം. നമ്മൾ ഈ പഠന പരമ്പരയിൽ ഇനി പിന്നീട് അവസാനം എത്തുമ്പോൾ തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള പാഠങ്ങളിൽ നമ്മൾ തിരുവെഴുത്തുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അപ്പോൾ കാണും. എന്നാലും ഒരു തീരുമാനം, ഒരു പ്രതിബദ്ധതയും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. എനിക്ക് തിരുവചനം വായിക്കണം, തുടർമാനമായിട്ട് എൻ്റെ ജീവിതാന്ത്യം വരെയും ഞാൻ എന്നും വചനം വായിക്കും, പഠിക്കും, ധ്യാനിക്കും, അതിൻ്റെ കൽപ്പനകൾ പ്രകാരം നടക്കും. അതിന് സഹായകമായ ഒരു വാക്യം സങ്കീർത്തനങ്ങൾ 25:5 ഈ ആഴ്ചത്തെ മനപ്പാഠ വാക്യമാണ്. നല്ലൊരു പ്രാർത്ഥനയാണ്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് വചന പഠനത്തോട് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ച്, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നിന്റെ സത്യത്തെ എന്നെ പഠിപ്പിക്കണം എന്നല്ല പറഞ്ഞത്, അല്ലെ? നിന്റെ സത്യം എനിക്ക് പഠിപ്പിച്ചു തരണമേ എന്നല്ല അവിടെ പറഞ്ഞത്. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. അതായത് സത്യം അനുസരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. കുറേ തത്വജ്ഞാനം പ്രാപിക്കലല്ല, കുറേ അറിവ് സമ്പാദനമല്ല. നിന്റെ സത്യം പഠിച്ചിട്ട് ആ സത്യത്തിൽ എങ്ങനെ നടക്കണം, നിന്റെ കൽപ്പനകളുടെ വഴിയിൽ എനിക്ക് നടക്കണം, അല്ലേ? നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ, ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു, അല്ലേ? നല്ലൊരു പ്രാർത്ഥനയാണ്. ഇതാണ് ഈ ആഴ്ചത്തെ മനപ്പാഠ വാക്യം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഉപദേശത്തെ പഠിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം കണ്ടു. അതിൻ്റെ ഏറ്റവും കാതലായ വിഷയം വചനം ധ്യാനിക്കുക എന്നുള്ളതാണ്. അതിന് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ ഒരു ഉത്തരവാദിത്വം വചനം വായിക്കണം, വായിച്ച് ധ്യാനിച്ച് പഠിക്കണം, അനുസരണത്തിനായിട്ട് പഠിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ വചനപ്രകാരം
ഉപദേശം പഠിച്ചാൽ മാത്രം പോരാ, അതിനെ രണ്ട് രീതിയിൽ പരിരക്ഷിക്കണം, സംരക്ഷിക്കുകയും വേണം. രണ്ട് തലങ്ങളിലായിട്ട് അത് ചിന്തിക്കാം, രണ്ട് രീതിയിൽ. ഒന്ന്, വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഉപദേശ സത്യത്തിൽ നാം ഉറച്ചു നിൽക്കുക. അതാണ് എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ ഉപദേശത്തെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉപദേശം പറയുന്ന സത്യത്തെ അനുസരിച്ച് അതിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാതെ അതിനെ അങ്ങ് മറന്നു കളയുക, ത്യജിച്ച് കളയുക അല്ല വേണ്ടത്. 2 തിമോത്തിയോസ് 1:13 പറഞ്ഞിരിക്കുന്ന കേട്ടെ, എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. കേട്ട ഉപദേശം നിന്റെ മാതൃകയാണ്. നീ ആ ഒരു മാതൃക പിൻപറ്റി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. അല്ല, ഉപദേശം ചുമ്മാ മനസ്സിലാക്കി തലച്ചോറി വെക്കാനുള്ളതല്ല. അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാഴ്ചവെക്കേണ്ടതാണ്. നമ്മുടെ സ്വഭാവത്തിൽ അനുസരണത്തിലൂടെ നമ്മൾ കാഴ്ചവെക്കേണ്ടവരാണ്. ഉപദേശം പാലിക്കപ്പെടണം, ഉപദേശത്തിൽ നിലനിൽക്കണം. അല്ലെ, ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നോക്കിയ പത്യവചനം, അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊട്ടെ. പത്യവചനം എന്താ? ഈ പത്യം പ്രത്യേകിച്ച് തിമോത്തിയോസും തീത്തോസിൻ്റെയും ലേഖനങ്ങളിൽ പൗലോസ് നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പത്യം, അല്ലെങ്കിൽ പത്യോപദേശം, പത്യവചനം എന്നൊക്കെ ഉള്ളത്. എന്താ ഈ പത്യം? പത്യം സാധാരണ നമ്മൾ ആയുർവേദ വൈദ്യന്മാരുടെ അടുത്ത് പോകുമ്പോൾ കേൾക്കുന്ന വാക്കാണ്. എന്താ ഈ പത്യം? പത്യം എന്ന് പറഞ്ഞാൽ രോഗിക്ക് ആരോഗ്യം ഉളവാക്കാൻ അനുയോജ്യമായ ഭക്ഷണം, നല്ല ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഭക്ഷണം. മൂലഭാഷയിൽ, യവന ഭാഷയിൽ ഈ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം ശുചിത്വമുള്ളത് എന്നാണ്. ഹൈജീനിക് എന്ന് ഇംഗ്ലീഷിൽ പറയും. ശുചിത്വമുള്ള വചനം, ശുചിത്വമുള്ള ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ആരോഗ്യം വെക്കുകയുള്ളൂ. അപ്പം ആ ഒരു അർത്ഥത്തിലാണ് മലയാളത്തിൽ പത്യം എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. രോഗിക്ക്, നമ്മളെല്ലാം രോഗികളാണ്, പാപത്താൽ രോഗികളായി കിടക്കുകയാണ്. രോഗികൾ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് രോഗികളാണ്. നമ്മൾ ആരും വിശുദ്ധന്മാരായിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണമായ ആ സ്വഭാവത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചിട്ടില്ല. ആ രോഗം, പാപമെന്ന രോഗത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച് ആരോഗ്യം തരുവാൻ ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം ഏതാണോ അതിനെയാണ് പത്യം എന്ന് പറയുന്നത്. അപ്പോൾ പത്യവചനം, അല്ലേ, നീ എന്നോട് കേട്ട പത്യവചനം മാതൃകയാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശം നമുക്ക് ആരോഗ്യം നൽകുന്ന ഉപദേശമാണ്. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് 2 തിമോത്തിയോസ് 4:3 പറഞ്ഞിരിക്കുകയാണ്, അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുകുകയും. അന്ത്യകാലത്ത് ആളുകൾക്ക് ഈ ഉപദേശം ഒന്നും കേൾക്കണ്ട, ആരോഗ്യമുളവാക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുന്ന, ആത്മീയത വളർത്തുന്ന ഉപദേശം വേണ്ട. പിന്നെന്ത് വേണം? കർണങ്ങൾക്ക് രസമുളവാക്കുന്ന, കേൾക്കുവാൻ, ചെവിക്ക്, അതാണ് കർണം, ചെവിക്ക് കേൾക്കുവാൻ, ചെവി ഇങ്ങനെ ഇക്കിളിയിടുന്ന, നല്ല ലൗകികത പ്രസംഗിക്കുന്ന, ഭൗതികത പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ മതി. വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കുകയില്ല, മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുകയില്ല, കർത്താവ് എന്ന വ്യക്തിയോടുള്ള ഭക്തി പ്രസംഗിക്കുകയില്ല. പിന്നെന്തോ പ്രസംഗിക്കും? നിന്നെ ഉയർത്തുന്ന ദൈവം, നിന്റെ കടഭാരം മാറ്റുന്ന ദൈവം, നിന്നെ സമൂഹത്തിൽ തലയാക്കുന്ന ദൈവം. ഇങ്ങനെ ഏത് ജഡീകനും ഇഷ്ടപ്പെടുന്ന ഭൗതികതയും ലൗകികതയും മാത്രം പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാരെ അവർ തന്നെ പെരുക്കും. അവരങ്ങനെയുള്ളവരെ നിരത്തി അവരെ മാത്രം കൺവെൻഷൻ സ്റ്റേജുകളിലും ടി വിയിലും എല്ലാം കണ്ട് അവരെ മാത്രം പിൻപറ്റി നടക്കും. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത് തന്നെയല്ലേ? പേര് കേട്ട കൺവെൻഷൻ പ്രസംഗകൻ, ടി വി വരുന്ന പ്രസംഗൻ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം തരം ദുരൂപദേഷ്ടാവായിരിക്കും. ഒരു രീതിയിലും പത്യോപദേശം പറയത്തില്ല, ഒരു ഉപദേശവും പഠിപ്പിക്കാറില്ല, വചനം പഠിപ്പിക്കാറേ ഇല്ല. വചനത്തിൽ നിന്ന് ഇങ്ങനെ സുഖപ്രദമായ കാര്യങ്ങൾ, ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കും, ദൈവം നിന്നെ കാനഡയെ കൊണ്ടുപോകും, ദൈവം നിനക്ക് കടം മാറ്റിത്തരും, ഇങ്ങനെ പണവും ലോകത്തിലെ നന്മകളും തരുന്ന ഒരു ദാസനാണ് ദൈവം എന്ന രീതിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കേരളത്തിലെ ഒരു പ്രമുഖ 10 പാസ്റ്റർമാരെടുത്താൽ അതിലെ 9 ഈ പറഞ്ഞ കൂട്ടരായിരിക്കും. പത്യോപദേശം പറയാത്ത കർണരസമാകുമാറ് സ്വന്തമോഹങ്ങൾ പ്രസ്താവിക്കുന്ന ദുരുപദേശാക്കന്മാർ. പക്ഷേ പത്യോപദേശമേ എന്തുളവാക്കുകയുള്ളൂ? രോഗിക്ക് ആരോഗ്യം വരുത്തുകയുള്ളൂ. അല്ലേ? നമുക്ക് പലർക്കും ഈ ആയുർവേദ വൈദ്യന്മാരുടെ അടുത്ത് പോകുന്ന ഇഷ്ടമല്ല. കാരണം അവർ നല്ല ഭക്ഷണം ഒന്നും കഴിക്കേണ്ടെന്ന് പറയും, കുറച്ച് കഞ്ഞിയും പയറും ഒക്കെ കഴിച്ചാൽ മതി എന്ന് പറയും. അല്ലാതെ KFC പോയിട്ട് ബർഗറും ചിക്കനും ഒക്കെ അടിക്കാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ ഇന്ന് അത് മതി. KFCയും ചിക്കനും ആരോഗ്യം ഉളവാക്കാത്ത ഈ ഫാസ്റ്റ് ഫുഡ് മതി, അല്ലേ? അത് പക്ഷെ രോഗം വരുത്തി വെക്കും. അത് തന്നെയാണ് ആത്മീയ തലത്തിലും.
തീത്തോസ് 2:1 നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പത്യോപദേശവും പ്രസ്താവിക്കണം, അതിനോട് ചേർന്ന് പോകുന്ന ജീവിത ശൈലിയും പ്രസ്താവിക്കണം. ഇതൊക്കെയാണ് പ്രസ്താവിക്കേണ്ടത്. അല്ലാതെ കടഭാരം മാറും, നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ ജഡീക അഭിലാഷങ്ങളും ദൈവം നിവർത്തിച്ചു തരും, അങ്ങനത്തെ ഒരു സുഖിപ്പിക്കൽ പ്രസംഗമല്ല പ്രസംഗിക്കേണ്ടത്. തീത്തോസ് 1:9 മൂപ്പന്മാർ പത്യോപദേശത്താൽ പ്രബോധിക്കണം. കണ്ടോ? അപ്പൊ പ്രബോധിക്കണം, ഉപദേശപ്രകാരമുള്ള വിശ്വാസവചനം മുറുകെ പിടിക്കുന്നവരായിരിക്കണം. ഇന്നത്തെ ഈ ടി വിയിലൊക്കെ വരുന്ന പാസ്റ്റർമാരൊന്നും ഈ തീത്തോസ് 1:9 പാലിക്കാത്തവരാണ്. അവരൊന്നും മൂപ്പന്മാർ പോയിട്ട് സഭയിൽ പ്രസംഗിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് പ്രസംഗിക്കാൻ പോലും യോഗ്യതയില്ലാത്തവന്മാരാണ്. പ്രത്യോപദേശത്താൽ പ്രബോധിക്കാത്തവരും ഉപദേശപ്രകാരമുള്ള വിശ്വാസീയ വചനം മുറുകെ പിടിക്കാത്തവരുമാണ്. എന്നാൽ പൗലോസ് പറയാണ് സഭയിൽ കേൾക്കേണ്ടത് പത്യോപദേശം, പത്യവചനമായിരിക്കും. അപ്പോൾ കേട്ട പത്യവചനത്തിൽ അതിനെ മാതൃകയാക്കിക്കൊണ്ട് അതിൽ നിലനിൽക്കണം, അല്ലേ? 2 തിമോത്തിയോസ് 3:15 നമ്മൾ കണ്ടു കഴിഞ്ഞു. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. തിരുവഴുത്തുകളിൽ നിന്ന് പഠിച്ചതിൽ നിങ്ങൾ നിലനിൽക്കണം. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഉപദേശത്തെ മുറുകെ പിടിച്ച് അതിൽ തന്നെ നിലനിൽക്കണം, അല്ലേ? എബ്രായർ 13:9 പറഞ്ഞിരിക്കുകയാണ്, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല, കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കണ്ടോ? നമ്മൾ പഠിച്ച ഉപദേശ സത്യങ്ങളിൽ നിന്ന് നമ്മളെ വലിച്ചു കൊണ്ടുപോകുവാനായിട്ട് പലരും ദുരുപദേശമായിട്ട് കടന്നു വരും. അതിൻ്റെ പിന്നെ പോകാതെ കേട്ട ഉപദേശത്തിൽ നിലനിൽക്കണം നമ്മൾ, അല്ലെ? ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ചില ഭോജന നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ചിലർ ഇന്നൊക്കെ എടുത്തുകൊണ്ട് വരും. അന്ന് കർത്താവ് കഴിക്കാൻ പാടില്ലാത്തത് ഇന്നും കഴിക്കാൻ പാടില്ലായിരിക്കണം. ചിലർ പറയും നമ്മളെല്ലാവരും സസ്യ ബുക്കുകളായിരിക്കണം, അതാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടം. അതിലൊന്നുമല്ല, കൃപയാൽ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. ദൈവകൃപ പ്രാപിക്കുവാൻ ഉത്തമമായ ദൈവിക ഉപദേശം മാത്രം പാലിക്കുക, അല്ലാതെ ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത്. ഇത് ചെയ്താൽ നല്ലതായിരിക്കും, അത് ചെയ്താൽ നല്ലതായിരിക്കും, അല്ലല്ല. ഹൃദയമാണ് വിഷയം, അല്ലാതെ എന്ത് തിന്നുന്നു എന്നുള്ളതല്ല, അല്ലേ? ഹൃദയമാണ് ആത്മീയതയിൽ ഏറ്റവും കാതൽ. അതിന് കൃപ ലഭിക്കുന്ന ശരിയായ ഉപദേശം, അല്ലാതെ വിവിധവും അന്യവുമായ പുതിയ നിയമത്തിൽ പഠിപ്പിക്കാത്ത ഉപദേശങ്ങളുടെ പുറകെയൊന്നും ആരും പോകരുത്. അപ്പം ഞാൻ കേട്ട ഉപദേശത്തിൽ തന്നെ നിലനിൽക്കും. 2 യോഹന്നാൻ 1:9 പറഞ്ഞിരിക്കുന്ന കേട്ടോ, കർത്താവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിരുകടന്നു പോകുന്ന ഒരുത്തനും ദൈവമില്ല. അതാണ് ഒരു പ്രശ്നം. ദൈവം പറഞ്ഞിരിക്കുന്ന ഉപദേശം വിട്ട് വേറെ ഉപദേശങ്ങളുടെ പുറകെ പോയാൽ അവിടെ ദൈവമില്ല. എന്നാൽ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനോ പിതാവും പുത്രനുമുണ്ട്. ദൈവവുമായിട്ട് സംസർഗം കടന്നു വരും. ദൈവവുമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിൽ നമ്മൾ നിലനിൽക്കണം എന്ന് പറയുമ്പോൾ ഇതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ ഉപദേശത്തിൽ നിലനിൽക്കുന്നവരാണെന്ന് നമ്മൾ അത് തെളിയിക്കണം, അല്ലെ? ദാസന്മാരോട്, അന്നത്തെ കാലത്തെ അടിമകളായിരുന്നവർ, ഇന്ന് നമുക്ക് പറയാം വേലക്കാർ. നിങ്ങളൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു തൊഴിലിടത്തിലോ പോയി തൊഴിൽ ചെയ്യുന്നു, വേല ചെയ്യുന്നെങ്കിൽ ഈ വാക്യം ശ്രദ്ധിച്ചേ. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരുപ്പാൻ കൽപ്പിക്കുക. അപ്പൊ കേട്ടോ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ യജമാനന്മാരോട് എങ്ങനെ കീഴടങ്ങുന്നു, അവിടെ എങ്ങനെ ജോലി ചെയ്യുന്നു, തർക്കുത്തരമൊക്കെ പറയുന്നുണ്ടോ, അതോ വല്ലതൊക്കെ വഞ്ചിച്ച് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടോ, അങ്ങനെ അവിടെ നമ്മൾ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ ഇല്ലേന്നനുസരിച്ചിരിക്കും എന്ത്, ദൈവത്തിൻ്റെ ഉപദേശത്തെ നമ്മൾ അലങ്കരിക്കുന്നുണ്ടോ അതോ അതിനെ ദുഷിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ടാണ് 1 തിമോത്തിയോസ് 6:1 പറഞ്ഞിരിക്കുന്നത്, നുകത്തിൻ കീഴിൽ ദാസന്മാരായി ഇരിക്കുന്നവർ ഒക്കെയും, ഒരു അധികാരത്തിന്റെ കീഴിലിരിക്കുന്ന എല്ലാവരും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാനന്മാരെ സകലമാനത്തിനും യോഗ്യന്മാരെന്ന് എണ്ണേണ്ടതാകുന്നു. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ സ്വഭാവം കണ്ടിട്ട് ആരെങ്കിലും ദൈവത്തിൻ്റെ ഉപദേശത്തെ ദുഷിക്കുന്നുണ്ടോ? ഉപദേശത്തിൽ നമ്മൾ അനുസരണത്തോടെ നിലനിൽക്കാത്തതു നിമിത്തം ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടുന്നുണ്ടോ? അങ്ങനെ വരരുത്. നമ്മൾ വചനത്തിനൊത്തവണ്ണം ജീവിക്കണം, ഉപദേശത്തിൽ നിലനിൽക്കണം. അപ്പോഴേ ദൈവത്തിൻ്റെ ഉപദേശത്തെ നമ്മൾ അലങ്കരിക്കുകയുള്ളൂ.
അപ്പോൾ ഉപദേശത്തെ പരിരക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന കർത്തവ്യം ഉപദേശ സത്യത്തിൽ നാം ഉറച്ചു നിൽക്കുക. ഇനി രണ്ടാമത്തെ നമ്മുടെ ഉത്തരവാദിത്തം ഉപദേശത്തിന്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വ്യാജ ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ക്രമം കെട്ടു നടക്കുന്നവരിൽ നിന്നും അകലം പാലിക്കുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉപദേശ സത്യത്തോട് നീതി പുലർത്തി ഞാൻ അതിൽ നിലനിൽക്കും. രണ്ടാമതായിട്ട് ഈ ഉപദേശത്തിന് വിപരീതമായി പറഞ്ഞു നടക്കുന്ന ഉപദേഷ്ടാക്കന്മാരാകട്ടെ, അല്ല ഈ ഉപദേശത്തിനൊത്തവണ്ണം അനുസരിച്ചു നടക്കാത്തവരാകട്ടെ, രണ്ടുപേരിൽ നിന്നും ഞാൻ അകലം പാലിക്കും. അതും ഈ ഉപദേശത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. അതിന് ആധാരമായിരിക്കുന്ന ചില വാക്യങ്ങളൊന്ന് നോക്കാം. 1 തിമോത്തിയോസ് 6:3-5. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം കണ്ടോ, പത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും കണ്ടോ, ഉപദേശം ഭക്തിക്കൊത്ത, അതായത് ഭക്തി ഉളവാക്കുന്ന ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ. സ്വന്തം ജീവിതത്തിൽ അത് അനുസരിക്കുന്നുമില്ല, എന്നാൽ ഈ ഉപദേശത്തിന് ചേർന്നു പോകാത്ത വേറെ ഏതൊക്കെയോ ഉപദേശം, ദുരുപദേശം പറഞ്ഞു നടക്കുന്നവൻ, എന്താ അവന്റെ കുഴപ്പം? 4-ാമത്തെ വാക്യം, അവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവനൊരു അഹങ്കാരിയാണ്, അതാണ് അതിന്റെ കുഴപ്പം. അവൻ കീഴ്പ്പെടുന്നില്ല, അവൻ അഹങ്കാരിയാണ്, അവൻ സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം ഉപദേശം മാറ്റുന്നവനാണ്. അത് നിമിത്തം എന്താണ്? അസൂയ, ഷണ്ട, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. ഈ പത്യോപദേശം അല്ലെങ്കിൽ പത്യവചനം ആരോഗ്യം ഉളവാക്കുമ്പോൾ ദുരുപദേശം നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും കൊണ്ടുവരും. അസൂയ, ഷണ്ട, ദൂഷണം, ദുസ്സംശയം, ദുർബുദ്ധി, സത്യം ത്യജിച്ചു കളയുക, വ്യർത്ഥവാദം. ഇങ്ങനെയുള്ളവർ, ഇങ്ങനെ അന്യഥാ ഉപദേശിക്കുന്നവൻ, ദുരുപദേശം പറയുന്നവന്റെ പ്രശ്നം എന്താണ്? അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. കുറച്ച് പണം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ പ്രസംഗം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഈ യേശുവിനെ പ്രസംഗിക്കുക, സുവിശേഷ വേല ചെയ്യുക, പാസ്റ്ററായിട്ടിരിക്കുക, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആദായ സൂത്രം, പണമുണ്ടാക്കാനുള്ളൊരു മാർഗം, വയറ്റിപ്പിഴപ്പാണ്. അതുകൊണ്ടാണ് അവൻ അവിടെ ദൈവവചനപ്രകാരമുള്ള മാനദണ്ഡങ്ങളൊന്നും കാത്തു സൂക്ഷിക്കാത്തത്. ഇപ്പോൾ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ച് എത്ര പേര് കേൾക്കും? എന്നാൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ദൈവം സാക്ഷാത്കരിക്കും എന്ന് പറഞ്ഞാൽ 1000 കേൾക്കും. 1000 മീറ്റിങ്ങിൽ വന്നാൽ അത്രത്തോളം സ്തോത്രക്കാഴ്ച കയ്യിൽ കിട്ടും, അത്രത്തോളം പൈസ കിട്ടും. 1000 വരുന്ന സഭയെന്ന് പറയുമ്പോൾ എല്ലാ ആഴ്ചയും അത്ര രൂപ കിട്ടും. എന്നാൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം, നിങ്ങൾ ഈ പറയുന്ന പാപങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കർക്കശമായിട്ട് പഠിപ്പിക്കുന്നൊരു സഭയിൽ 1000 വരില്ല. നേരത്തെ വായിച്ചതുപോലെ അവർക്ക് പത്യോപദേശം പൊറുക്കാൻ കഴിയില്ല. അവർ കർണരസകമാറ് തങ്ങളുടെ മോഹങ്ങൾ പ്രസംഗിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുടെ പുറകെ പോകും. അപ്പോൾ കണ്ടോ, ആദായ സൂത്രമാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് എത്രയും കൂടുതൽ പൈസ ഈ ശുശ്രൂഷയിലൂടെ കിട്ടണമെന്നാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ ദൈവഭക്തി പ്രസംഗിക്കുകയില്ല. ദൈവഭക്തി മാറ്റിവെച്ചേച്ച് നമ്മൾ പണം കൊയ്യാനുള്ള എളുപ്പ വഴികൾ ചിന്തിക്കുക. അങ്ങനെയാണ് ദുരുപദേശം കടന്നു വരുന്നതെന്ന് പൗലോസ് അന്നേ എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ടി വിയിലൊക്കെ ഉള്ള പ്രസംഗമായിട്ട് നോക്കി, അവർക്ക് പൈസ മാത്രമേ ഉള്ളൂ നോട്ടം. നിങ്ങൾ പൈസ അയച്ചു തരാണെങ്കിൽ ഞാൻ ഈ പുസ്തകം അയച്ചു തരാം, നിങ്ങൾ പൈസ അയച്ചു തരാണെങ്കിൽ ഞാൻ ഇത് ചെയ്തു തരാം, അത് ചെയ്തു തരാമെന്നല്ലേ. എന്നാൽ എനിക്കൊരു പൈസയും വേണ്ട, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്, ദൈവം എനിക്ക് തന്നോളും, തരുന്നത് മാത്രം മതി എന്ന് പറയുന്ന എത്ര പേര് ടി വിയിലുണ്ട്? ടി വിയിലൊന്നുമില്ല അങ്ങനത്തെ പേര്. അങ്ങനത്തെ കൺവെൻഷനും കാണാൻ പറ്റത്തില്ല. പണത്തിന്റെ പുറകെയാണ് ഇവരെല്ലാം ഓടുന്നത്, അല്ലേ? അപ്പൊ കണ്ടോ, പത്യോപദേശത്തിനെതിരെ പ്രസ്താവിക്കുന്ന ഇതുപോലുള്ള ദുരുപദേഷ്ടാക്കന്മാരെ നമ്മൾ സൂക്ഷിക്കണം. അവരുടെ പുറകെ പോകരുത്. 2 യോഹന്നാൻ 1:10 പറഞ്ഞിരിക്കുകയാണ്, ഒരുത്തൻ ഈ ഉപദേശവും, അതായത് ഈ അപ്പോസ്തോലിക ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. കേട്ടോ, വീട്ടിൽ കയറ്റരുതെന്ന്. അവന് കുശലം പറയുകയും അരുത്. അവനോട് കുശലാന്വേഷണം എങ്ങനെ ഇരിക്കുന്നു, സുഖമാണോ, അതുപോലും ചോദിക്കാൻ പാടില്ല. എത്ര കർക്കശമായ അപ്പോസ്തോലിക കൽപ്പനയാണെന്ന് നോക്കിയേ. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ. അയ്യോ, ദുരുപദേഷ്ടാവ് വീട്ടിൽ വന്നാൽ വീട്ടിൽ കയറ്റരുത്, പ്രൈസ്തലോട് പറയരുത്, സുഖമാണോ എന്ന് ചോദിക്കരുത്, ഇറക്കി വിടണം. പിന്നെ നമ്മൾ ചോദിക്കും, നമ്മുടെ വീട്ടിൽ ആരും അങ്ങനെ വരാറില്ലല്ലോ. വരുന്നുണ്ട്, ടി വിയിലൂടെ വരുന്നുണ്ട്, നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ടി വി തുറന്നാൽ ഈ സമൃദ്ധിയുടെ സുവിശേഷം, കർത്താവ് ലോട്ടറി മെഷീനാണെന്ന് പറയുന്ന, അല്ലേ, ബെയ് രാജാ ബെയ്, നീ 10 വെച്ചാൽ 100 കിട്ടുമെന്ന് പറയുന്നത് പോലെ
നിങ്ങൾ ഇടുന്ന സ്തോത്ര കാഴ്ച 10 ഇരട്ടിയാക്കി ദൈവം മടക്കി തരുമെന്ന് പറയുന്നവൻ ദുരുപദേഷ്ടാവാണ്. ആദായ സൂത്രം മാത്രമേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ. പിന്നെ കാതലായ ഉപദേശ സത്യങ്ങൾ പഠിപ്പിക്കാത്തവർ, കാതലായ ഉപദേശ സത്യങ്ങളെ വിരോധിക്കുന്ന, അതിനെ എതിരു പറയുന്നവർ, തൃത്വമില്ലെന്ന് പറയുന്നവർ, നരകമില്ലെന്ന് പറയുന്നവർ, യേശുക്രിസ്തുവിന് 2ാം വരവില്ലെന്ന് പറയുന്നവർ, മാനസാന്തരം പഠിപ്പിക്കാത്തവർ, ഇവരെല്ലാം TV കൂടെ നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോസ്തലൻ പറയാണ്, വീട്ടിൽ കൈക്കൊള്ളരുത്, കുശലം പറയരുത്, അവനുമായിട്ട് ഒരു ഇടപാടും പാടില്ല. ഇതൊക്കെ വചനത്തിലുള്ളതാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, എല്ലാ വിശ്വാസികളുടെ ഉത്തരവാദിത്വം, അല്ലാതെ പാസ്റ്ററിന് മാത്രമല്ല, അല്ലേ? റോമർ 16:17 സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്പക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചുകൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, അവരോട് അകന്നു മാറുവിൻ. യോഹന്നാൻ പറഞ്ഞത് തന്നെ പൗലോസും പറയുന്ന അകൽച്ച പാലിക്കണം. അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല. സമൃദ്ധിയുടെ സുവിശേഷം പറയുന്ന ഏവനാണേലും അവനുമായിട്ടൊരു ബന്ധവും പാടില്ല. അവരുടെ സഭായോഗങ്ങളിൽ പോകാൻ പാടില്ല, അവരുടെ മീറ്റിങ്ങിൽ പോകാൻ പാടില്ല, അവരുടെ പ്രസംഗം യൂട്യൂബിൽ കൂടെ ആണോ എവിടാണോ കേൾക്കാൻ പാടില്ല. അതുമായിട്ടൊരു ബന്ധവും പാടില്ല. പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. പത്യോപദേശത്തോട് നീതി പുലർത്തുന്നവരാണെങ്കിൽ ദുരുപദേശത്തെ വെറുക്കുന്നവരായിരിക്കണം, അതിൽ നിന്ന് അകൽച്ച പാലിക്കുന്നവരായിരിക്കണം. ഗലാത്യർ 1:8-9 എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തോലിക സുവിശേഷത്തിന് വിരോധമായി വേറെ ഏതെങ്കിലും സുവിശേഷം, യേശുക്രിസ്തു എന്നൊക്കെ പറയുമായിരിക്കും, വിശ്വാസം എന്നൊക്കെ പറയുമായിരിക്കും, പക്ഷേ ഈ പറയപ്പെടുന്ന ശരിയായ സത്യസുവിശേഷം അല്ലെങ്കിൽ ആ പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് അപ്പോസ്തലന്റെ വചനം. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായ ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അതായത് വചനത്തോട് നീതി പുലർത്തി വചനത്തിലെ സത്യങ്ങളെ പ്രസംഗിക്കാൻ പാടുള്ളൂ. വചനത്തിലെ സുവിശേഷമായിരിക്കണം അവൻ പ്രസംഗിക്കുന്നത്, വചനത്തിലെ ഉപദേശമായിരിക്കണം അവൻ പ്രസംഗിക്കുന്നത്. അല്ലാതെ വചനവുമായിട്ടൊരു ബന്ധവുമില്ലാതെ ചുമ്മാ യേശുവിൻ്റെ പേരും ദൈവത്തിൻ്റെ പേരും വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഈ ദുരുപദേശം പറയുന്നവനാണോ അവൻ ശപിക്കപ്പെട്ടവൻ, അവനിൽ നിന്ന് അകന്ന് നിങ്ങൾ പോകണം. അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, കുശലം പറയരുത്. ഈ വയറ്റിപ്പഴപ്പ് ശുശ്രൂഷക്കാരന്മാരുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അവർക്ക് ആദായം ഉണ്ടാക്കാൻ, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശുശ്രൂഷ ചെയ്യുന്നു, അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല, ഒരു ബന്ധവും പാടില്ല, അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, ഉപദേശത്തിൻ്റെ ശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വ്യാജ ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ക്രമം കെട്ടു നടക്കുന്നവരിൽ നിന്നും അകലം പാലിക്കണം. അപ്പൊ അവിടെ വ്യാജ ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും മാത്രമല്ല, ക്രമം കെട്ടു നടക്കുന്നവർ, അവരെ വേറെ ഉപദേശമൊന്നും പറയുന്നില്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ സത്യോപദേശത്തോട് അനുസരണമില്ല, അവരിൽ നിന്നും അകലം പാലിക്കണം. നോക്കിയേ ചില വാക്യങ്ങൾ, 2 തെസ്സലോനിക്കർ 3:6 സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ടു നടക്കുന്ന ഏതു സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അപ്പോൾ വചനത്തെ വളച്ചൊടിച്ച് ദുരുപദേശം പറയുന്നവരിൽ നിന്ന് നിങ്ങൾ അകന്നു നടക്കണം. ഇനി വചനമൊന്നും വളച്ചൊടിക്കുന്നില്ല, എല്ലാം സത്യമാണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ജീവിതത്തിലൊന്നും പ്രമാണിക്കാറില്ല. അങ്ങനെയുള്ളവരാണ് ക്രമം കെട്ട് നടക്കുന്നവർ. അങ്ങനെയുള്ളവരിൽ നിന്നും നിങ്ങൾ അകലം പാലിക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 2 തെസ്സലോനിക്കർ 3:14 വീണ്ടും, ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്ക് അനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പിൻ. അവന് നാണം വരട്ടെ, അവൻ്റെ വഴികളെ ഓർത്തവൻ നാണം പെടട്ടെ, അല്ലാതെ അവനുമായിട്ട് നിങ്ങൾ സംസർഗം വെച്ച് പാലിക്കുകയല്ല വേണ്ടത്, അല്ലേ? അപ്പൊ കണ്ടോ, നമ്മൾ വചനവിരുദ്ധമായിട്ട് പ്രസംഗിക്കുന്നവരാകട്ടെ, വചനത്തെ അനുസരിക്കാത്തവരാകട്ടെ, അവരിൽ നിന്ന് അകലം പാലിച്ച് നമ്മൾ പ്രാപിച്ച പത്യോപദേശത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. എഫീഷ്യർ 4:14-15 ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. കണ്ടോ, മനുഷ്യർ ചതിയാലും ഉപായത്താലും നമ്മളെ തെറ്റിച്ചു കളയുവാൻ ചില തന്ത്രങ്ങളോടുകൂടെ നമ്മുടെ അടുത്ത് വരും. എങ്ങനെ? പുതിയ പുതിയ ഓരോ ഉപദേശങ്ങളും കൊണ്ട്. അതാണ് ഉപദേശത്തിൻ്റെ ഓരോ കാറ്റ്. കാറ്റ് അങ്ങോട്ടടിക്കുന്നു, ഇങ്ങോട്ടടിക്കുന്നു,
ചെറിയ മരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ ചെടികൾ, അത് കാറ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അങ്ങനെ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കരുത് നമ്മൾ. നമ്മൾ ക്രിസ്തുവെന്ന തലയോളം വളരണം. ഈ നമ്മളെ കുടുക്കുവാൻ വേണ്ടിയിട്ട് ദുരുപദേശവുമായിട്ട് കടന്നു വരുന്ന ചതിയന്മാരിൽ നിന്ന് നമ്മൾ മാറി നടക്കണം. അവരുടെ കുഴിയിൽ നമ്മൾ വീഴാതെ സത്യം സംസാരിച്ചുകൊണ്ട് സത്യോപദേശത്തിന്റെ വഴിയിൽ നടന്ന് ക്രിസ്തുവെന്ന തലയോളം വളരണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ സമൃദ്ധിയുടെ ഉപദേശം, പണം തരുമെന്ന് പറയുന്ന, കടം മാറുമെന്ന് പറയുന്ന ഉപദേഷ്ടാക്കന്മാർ, അവരുടെ ഒരു 10 മെസ്സേജ് കേട്ടാൽ നമുക്കറിയാം ഒരിക്കൽ പോലും അവൻ്റെ ഉള്ളിൽ എൻ്റെ കേൾവിക്കാർ ക്രിസ്തുവെന്ന തലയോളം വളരണമെന്നുള്ള ഒരാഗ്രഹവുമില്ല. വർഷങ്ങൾ അവരുടെ സഭയിൽ പോയാൽ പോലും ശിഷ്യത്വം എന്ന ഉദ്ദേശം കേൾക്കാൻ കിട്ടത്തില്ല. എൻ്റെ ഉദ്ദേശം എൻ്റെ സഭയിൽ കടന്നു വരുന്ന സകലരും ക്രിസ്തു എന്ന തലയോളം വളരണമെന്നല്ല അവിടുത്തെ പാസ്റ്ററിൻ്റെ ഉദ്ദേശം. അവർക്കൊക്കെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ലഭിച്ചിട്ട് അവർ ഈ സഭയിൽ തന്നെ വന്ന് എനിക്ക് സ്തോത്ര കാഴ്ച തന്നുകൊണ്ടിരിക്കണം. ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. നിങ്ങൾക്ക് സൗഖ്യം വേണോ? സൗഖ്യം തരാം. നിങ്ങൾക്ക് കാനഡയിൽ പോകാൻ വിസ വേണോ? അത് തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് നടത്തി തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആരും വേറെ സഭയിലൊന്നും പോവരുതേ, നിങ്ങൾ ഇവിടെ തന്നെ വരണമേ, നിങ്ങളുടെ ചെവികൾക്ക് കേൾക്കാൻ രസമുള്ളത് തന്നെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കാം. അല്ലാതെ നിങ്ങളെ ഞാൻ വചനപ്രകാരം ഉപദേശിച്ച് ശാസിച്ച് ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന തലയോളം വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ശുശ്രൂഷകനായിരിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ തന്നെ വരണമെന്നുമില്ല. നിങ്ങൾ എവിടെങ്കിലും പോയാൽ മതി. പോകുന്ന സഭയിൽ പത്യോപദേശം പ്രസംഗിക്കപ്പെടണം. നിങ്ങൾ ക്രിസ്തുവെന്ന തലയോളം വളരണം. കണ്ടോ, അതാണ് ശരിയായ ശുശ്രൂഷകന്റെ ഹൃദയത്തിലെ ലക്ഷ്യം. അതായിരിക്കണം നമ്മുടെയും ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ലൗകികതയാണെങ്കിൽ നമ്മൾ ലൗകികത പറയുന്ന ദുരുപദേശക്കാരൻ്റെ കയ്യിൽ പോകും. അങ്ങനെ പോകരുത്. അങ്ങനെ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സത്യം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം വളരുവാൻ ഇടയാകും. അപ്പോൾ നമ്മൾ കണ്ട 2 കർത്തവ്യങ്ങൾ കണ്ടോ. ഉപദേശ സത്യത്തിൽ നമ്മൾ വ്യക്തിപരമായി ഉറച്ചു നിൽക്കണം. രണ്ടാമത്, ഉപദേശത്തെ വലയ്ക്കുന്ന, അത് ഉപദേഷ്ടാവാകട്ടെ അനുസരിക്കാതെ ക്രമം കെട്ട് നടക്കുന്നവരാകട്ടെ, അവർ 2 പേരിൽ നിന്ന് നമ്മൾ അകലം പാലിക്കണം. അപ്പൊ പ്രായോഗിക തലത്തിൽ 2 ചോദ്യങ്ങൾ ചോദിക്കട്ടെ. സത്യോപദേശത്തെ അലങ്കരിക്കുന്ന ഒരു അനുസരണ ജീവിതം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതം നിമിത്തം ഉപദേശം ദുഷിക്കപ്പെടുകയല്ല, അത് അലങ്കരിക്കപ്പെടുകയാണ്. അത് കാണുമ്പോൾ ആളുകൾ പറയും, കൊള്ളാലോ ഈ ഉപദേശം. നിങ്ങൾ ഈ ഉപദേശം അനുസരിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് ഈ ഉപദേശം കൊള്ളാമല്ലോ എന്ന് നമ്മുടെ അയൽപ്പക്കക്കാരും കുടുംബക്കാരും നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് യജമാനന്മാരും ഒക്കെ പറയാനിടയാകണം. അതിന് നമ്മൾ വചനത്തിൽ നിലനിന്ന് അനുസരിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം അതിനെ അലങ്കരിക്കും, അല്ലേ? രണ്ടാമതായിട്ട്, വ്യാജ ഉപദേഷ്ടാക്കന്മാരോടും ദുരുപദേശത്തോടുമുള്ള നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ പ്രതികരണം? അതൊരു വിഷയമേ അല്ലാത്തതാണ് പല വിശ്വാസികളും. ആ സഹോദരൻ എന്തോ ഒരു ദുരുപദേശം പറഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമില്ലല്ലോ, ടി വിയിലൊക്കെ കാണാമല്ലോ, ഒരു കുഴപ്പമില്ല, പുള്ളി നല്ല പാസ്റ്ററാ, ആരെ നമ്മൾ വിധിക്കാൻ പാടില്ലല്ലോ എന്നല്ലേ പറയുന്നത്? അതല്ലല്ല. പത്യോപദേശത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ അവയിൽ നിന്നെല്ലാം അകലം പാലിക്കണം. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ പാസ്റ്ററാണ്, ഞാൻ കേൾക്കത്തില്ല എന്ന് പറയണം. ഞാൻ അയാളുടെ മെസ്സേജ് ഒന്നും കേൾക്കാറ്. അയാൾ മുഴുവൻ സമൃദ്ധിയും ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള പരിപാടി മാത്രമേ പ്രസംഗം. ഞാൻ ഒന്നും കേൾക്കാറില്ല. ഞാൻ വിശുദ്ധി വളർത്തുന്ന പ്രസംഗകരെ മാത്രമേ കേൾക്കത്തുള്ളൂ എന്ന് തല ഉയർത്തി പറയുന്നവരായിരിക്കണം ദൈവസഭയിലെ അംഗങ്ങൾ. അല്ലാതെ എന്ത് ബുദ്ധിമോശവും പ്രസംഗിക്കുന്നവരെ എല്ലാം അങ്ങ് പൊക്കിയോ. അയാളുടെ സഭയിൽ 10,000 പേര് വരുന്നുണ്ട്. 10,000 ആര്? നേരത്തെ വായിച്ച പോലെ കർണരസകമാറും സ്വന്തം മോഹം പ്രസംഗിക്കുന്നവർ മാത്രം മതിയെന്ന് പറഞ്ഞു പോകുന്ന ബുദ്ധിഹീനമായ ജനം. അതുകൊണ്ട് അവർ വലിയതാകുന്നില്ല. നമുക്ക് പ്രതിബദ്ധതയുള്ള ദൈവത്തോടും അവൻ്റെ വചനത്തോടുമായിരിക്കണം. അങ്ങനെ ഉപദേശത്തെ നമ്മൾ പരിരക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിലാകട്ടെ, ഉപദേശത്തിൻ്റെ ശുദ്ധിയുടെ വിഷയത്തിലാകട്ടെ, നമ്മൾ ഉറച്ചു നിൽക്കുകയും ക്രമം കെട്ടവരും ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്നും അകലം പാലിക്കുന്നവരുമായിരിക്കണം, അല്ലെ? അങ്ങനെ രണ്ടാമത്തെ കർത്തവ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത്, ഉപദേശത്തെ പ്രചരിക്കുക, അല്ലെ? ഉപദേശം നാം കൈക്കൊണ്ടാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് കൈമാറുകയും വേണം, അല്ലെ? ഒരു ഉദാഹരണത്തിന് പ്രവർത്തികൾ 11:19-21 വായിച്ചേ. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രസുകാരും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അന്ത്യോക്യ സഭ സ്ഥാപിച്ചതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ
19-ാമത്തെ വാക്യത്തിൽ വചനം സംസാരിച്ചു എന്നും 20-ാമത്തെ വാക്യത്തിൽ സുവിശേഷം അറിയിച്ചു എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്കുകൾ നമ്മൾ പഠിച്ചാൽ സാധാരണ ദൈനംദിന ജീവിതത്തിലെ സംഭാഷണം എന്ന് സൂചിപ്പിക്കുന്ന പദങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ ആധികാരികമായിട്ട് പ്രസംഗപീഠത്തിൽ കയറി പ്രസംഗിക്കുക, പ്രസ്താവിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള വാക്കുകളല്ല ഈ രണ്ട് വാക്കുകൾ. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സാധാരണ വിശ്വാസികൾ, ഇവരാരും അപ്പോസ്തലന്മാരോ ഉപദേഷ്ടാക്കന്മാരോ ഇടയന്മാരോ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോസ്തല പ്രവർത്തികളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവത്തിൽ അപ്പോസ്തലന്മാരെല്ലാം യെരുശലേമിൽ നിന്നു, ബാക്കി വിശ്വാസികളെല്ലാവരുമാണ് ഈ ചിതറിപ്പോയവർ. അപ്പോൾ സാധാരണ വിശ്വാസികൾ അവരുടെ സാധാരണ ദൈനംദിന സംഭാഷണങ്ങളിലൂടെ സുവിശേഷം അറിയിച്ചപ്പോഴാണ് അന്ത്യോക്യയിൽ സഭ സ്ഥാപിക്കപ്പെട്ടത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചേ, അന്ത്യോക്യയിലെ സഭ സ്ഥാപിച്ചത് സാധാരണ വിശ്വാസികളായ ചിലർ അവരുടെ ദൈനംദിന സംഭാഷണത്തിലൂടെ സുവിശേഷം അറിയിച്ചപ്പോഴാണ്. ഏതായി അന്ത്യോക്യ സഭ? ഈ സഭയാണ് പിന്നീട് പൗലോസിന്റെ എല്ലാ സുവിശേഷീകരണ യാത്രകൾക്കും പ്രവർത്തനങ്ങൾക്കും ആസ്ഥാനമായത്. എല്ലാ ജാതീയന്മാരുടെ ഇടയിലുള്ള യഹൂദന്മാരല്ലാത്തവരുടെ എല്ലാ സഭകളും സ്ഥാപിക്കുവാൻ ഇടയായതിന് മൂലകാരണമായ ആസ്ഥാനമായ സഭ എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു? ഒരു അപ്പോസ്തലൻ പോയി സ്ഥാപിച്ചതല്ല, ഒരു സുവിശേഷകൻ പോയി സ്ഥാപിച്ചതല്ല. സാധാരണ വിശ്വാസികൾ, അവർക്ക് വചനത്തിൽ നിന്ന് അറിയാവുന്നത് സാധാരണ ദൈനംദിന സംഭാഷണങ്ങളിലൂടെ പറഞ്ഞപ്പോൾ അത് ആളുകൾ വിശ്വസിച്ചറിഞ്ഞു. അല്ലാതെ മീറ്റിങ്ങിന് വാ, യോഗത്തിന് വാ, ബൈബിൾ സ്റ്റഡിക്ക് വാ എന്ന് പറഞ്ഞ ആളുകളെ ഉന്തിത്തള്ളി കൊണ്ടുവന്ന് ഏതോ ഒരു പ്രസംഗം പറയുന്നത് കേട്ടപ്പോഴല്ല. അവർ ജോലി സ്ഥലത്തും അവർ താമസിക്കുന്ന സ്ഥലത്തും അവർ പുറത്തിറങ്ങിയപ്പോൾ കണ്ട സ്ഥലത്തും ചന്തയിൽ പോയപ്പോൾ കണ്ടവരും എല്ലാവരുമായിട്ടുള്ള സംഭാഷണം, നമ്മളെല്ലാവരുമായിട്ട് ദൈനംദിന എത്രയോ സംഭാഷണങ്ങൾ അല്ലേ, സാധാരണ സംഭാഷണം. അവിടെ എല്ലാം പക്ഷേ അവരെന്ത് ചെയ്തു? അവർ മനസ്സിലാക്കിയ പത്യോപദേശത്തെ പ്രചരിപ്പിച്ചു. എങ്ങനെ പ്രചരിപ്പിച്ചത്? സാധാരണ സംസാരത്തിലൂടെ അല്ലെ. അങ്ങനെ എന്തു സംഭവിക്കും? ചെറിയൊരു സഭ, ഏതോ ഒരു സഭ അല്ലല്ല, ഏറ്റവും കാതലായ ഒരു സഭ അല്ലെ, പിന്നീട് പൗലോസിന്റെ എല്ലാ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾക്കും ആസ്ഥാനമായ വളരെ കാതലായ ഒരു സഭ അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ കണ്ടോ, നമ്മൾ ഉപദേശം പ്രചരിപ്പിച്ചാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്. വലിയ വഴിത്തിരിവുകൾ തന്നെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. ദൈവത്തിന് വൻ കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ കഴിയും അല്ലേ. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അല്ലെ. 2 തിമോത്തിയോസ് 2:2 തിമോത്തിയോസിനോട് പറയാണ്, നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം. അപ്പൊ അപ്പോസ്തലനിൽ നിന്ന് തിമോത്തിയോസ് കേട്ടു. അതെന്ത് ചെയ്യണം? മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. അപ്പൊ പൗലോസിൽ നിന്ന് തിമോത്തിയോസ് കേട്ടു. തിമോത്തിയോസ് ഇനി ചില വിശ്വസ്ത മനുഷ്യരെ അത് ഭരമേൽപ്പിക്കണം. ആ വിശ്വസ്ത മനുഷ്യർ പിന്നെ ആരെ ഉപദേശിക്കണം? മറ്റുള്ളവരെ ഉപദേശിപ്പാൻ അല്ലെ. അപ്പോൾ ആദ്യം പൗലോസ്, പിന്നെ തിമോത്തിയോസ്, പിന്നെ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യർ, അവർ പിന്നെ മറ്റുള്ളവർ എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഈ ഉപദേശം ഇങ്ങനെ തലമുറ തലമുറയായിട്ട് കൈമാറി 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 മുന്നോട്ട് പോകണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അല്ലെ. കൊലോസ്യർ 3:16 പറഞ്ഞിരിക്കുന്നത് കേട്ടെ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹൃദയങ്ങളിൽ വചനം സൂക്ഷിക്കണം. അങ്ങനെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഹൃദയത്തിൽ നിന്ന് കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകും. നമ്മൾ തമ്മിൽ പഠിപ്പിക്കുകയും ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ വചനം കടന്നു വന്നെങ്കിൽ അത് പുറത്തോട്ടൊഴുകി മറ്റുള്ളവരെ പഠിപ്പിക്കും, മറ്റുള്ളവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. പക്ഷെ നിങ്ങളാരും ചിന്തിക്കരുത്, പ്രസംഗിക്കുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ സംഭാഷണങ്ങളിലൊക്കെ അതിറങ്ങി വരും. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ തിരുവെഴുത്തുകളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുപോലെ ഐശ്വര്യമായി വചനം വസിക്കുന്നത് നിമിത്തം പുറത്തോട്ട് ഒഴുകുന്നുണ്ടോ? മറ്റുള്ളവരോട് ഈ വചനം പങ്കുവെക്കാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ? അത് 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, സുവിശേഷം. നമ്മളിപ്പോൾ അന്ത്യോക്യ സഭയുടെ കാര്യം കണ്ടു, അവർ സുവിശേഷം അറിയിച്ചു. അപ്പോൾ വചനത്തിൽ നിന്ന് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഉപദേശം സുവിശേഷമാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ സാധാരണ സംഭാഷണങ്ങൾ സുവിശേഷം അറിയിക്കുവാൻ ഉപയോഗിക്കാറുണ്ടോ? അതോ സാധാരണ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന പോലെ ചപ്പും ചവറും ഏഷണിയും ഈ ദൂഷണവും ഒക്കെയാണോ?
അതോ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മുടെ സംസാരത്തിൽ വെളിപ്പെട്ട് വരും. അപ്പോൾ അവർ ലോകകാര്യമായിരിക്കും, ഇന്നലെ പെയ്ത മഴയെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ എന്താ ഇത് ലോകത്തിൽ എന്താ സംഭവിക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് യേശുവിലുള്ള പ്രത്യാശയും യേശുവിലുള്ള വിശ്വാസവും ഉറപ്പും ഒക്കെ ഇറങ്ങി വരണം. അത് അവരോട് പറയണം. അങ്ങനെ സാധാരണ സംഭാഷണങ്ങളിലൂടെ ചിലപ്പോൾ ദൈവത്തിന് വലിയ വഴിത്തിരിവുകൾ, പിന്നീട് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് കാതലായ സഭ വരെ സ്ഥാപിക്കാനിടയാണ്. അപ്പോൾ സാധാരണ സംഭാഷണങ്ങൾ സുവിശേഷം അറിയിക്കാൻ ഉപയോഗിക്കാറുണ്ടോ? ഇനി സുവിശേഷം മാത്രമല്ലല്ലോ, പിന്നീട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവരുടെയൊക്കെ ഇറങ്ങുന്നുണ്ടോ? നിങ്ങൾ ദൈവവചനത്താൽ സ്ഥിരമായി പോഷിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറയും, അയ്യോ ഞാൻ പുതുവിശ്വാസി അല്ലെ. ഈ അന്ത്യോക്യ സഭ സ്ഥാപിച്ചതും അങ്ങനെ വർഷങ്ങളായിട്ട് അപ്പോസ്തല ശുശ്രൂഷ ചെയ്തവരൊന്നുമല്ല. സ്തേഫാനോസിന്റെ ആ പീഡ വന്നപ്പോൾ പെട്ടെന്ന് ചിതറിപ്പോയി അവർ, അല്ലെ. അവർ വിശ്വാസത്തിൽ നിന്നിട്ട് ഒരു 10 വർഷം വല്ലതും ആയെങ്കിലായി. അപ്പോൾ പൊതുവിശ്വാസിയെന്നോ പഴയ വിശ്വാസിയെന്നോ പക്വത വന്ന വിശ്വാസിയെന്നോ ഒന്നുമില്ല. ഹൃദയത്തിൽ ദൈവവചനം ഐശ്വര്യത്തോടെ വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംഭാഷണങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ചെല്ലും. അവിശ്വാസിയാണെങ്കിൽ സുവിശേഷം ചെല്ലും. വിശ്വാസിയാണെങ്കിൽ നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കും. അത് വലിയൊരു പ്രസംഗമാകണമെന്നില്ല. അത് സാധാരണ നമ്മുടെ സംസാരം പോലെ, ഞാൻ ഇന്ന് ഈ വചനം വായിച്ചപ്പോൾ ഇത് കണ്ടു, ഇന്ന് ഞാൻ ബൈബിൾ സ്റ്റഡി പോയപ്പോൾ ഈ വാക്യം വായിച്ചു, എന്ത് നല്ല വാക്യം, ഇത്രയേ ഉള്ളൂ. അത് ആ കേൾക്കുന്നവനെ പോഷിപ്പിക്കും. അവൻ്റെ ഹൃദയത്തിലും ആ വചനത്തിൻ്റെ സത്യം ചെന്ന് അവന് ഹൃദയത്തിൽ സന്തോഷവും വിശ്വാസവും പ്രത്യാശയൊക്കെ വരും. അങ്ങനെ നമ്മൾ ആരോടെങ്കിലും പങ്കുവെക്കുന്നുണ്ടോ? ഇതെല്ലാം ഇങ്ങനെ കേട്ട് മൗനമായിട്ടിരിക്കുകയാണ്, ആർക്കും ഒന്നും കൊടുക്കത്തില്ല നമ്മൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഉത്തരവാദിത്തം പാലിക്കുന്നില്ല. ഉപദേശത്തെ പ്രചരിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം, മറ്റുള്ളവരെ പോഷിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഇത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ നമ്മൾ 3 ഉത്തരവാദിത്തങ്ങൾ കണ്ടു, അല്ലേ? ഉപദേശത്തെ പഠിക്കുക, ഉപദേശത്തെ പരിരക്ഷിക്കുക, ഉപദേശത്തെ പ്രചരിക്കുക. ഈ ഉത്തരവാദിത്തങ്ങൾ പാലിക്കുമ്പോഴാണ് നമ്മൾ ആദ്യം കണ്ടതുപോലെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുന്നതിൽ നമ്മൾ ഉറ്റിരിക്കുന്നത്. അങ്ങനെ ഉറ്റിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവസഭ. ഇതാണ് ഏറ്റവും പ്രാഥമികമായ അപ്പോസ്തോലിക സഭയുടെ ആചാരം, അല്ലേ? അപ്പം നമുക്ക് ഈ 3 ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി ദൈവവചനത്തിൽ നിന്ന് പഠിക്കുന്ന ഉപദേശത്തിൽ തന്നെ ഉറ്റിരിക്കും എന്നുള്ളൊരു മനോഭാവത്തോടെ, ആ സമർപ്പണത്തോടെ നമുക്ക് ഏവർക്കും പ്രാർത്ഥിച്ച് ഈ വചന പഠനം ഇപ്പോൾ അവസാനിപ്പിക്കാം.